അപ്പോൾ ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ കിട്ടിയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് സ്കോഡ ഫാബിയാണ്. ഡീസൽ വണ്ടിയാണ്, 2007 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലച്ചില്ലേ വണ്ടിക്ക്. ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ക്ലച്ച് പെടൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ പെടൽ അടിയിൽ പോയിരിക്കും. നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞിട്ട് കാല് മാറ്റി കഴിഞ്ഞാൽ ക്ലച്ച് പെടൽ പൊന്തി വരില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ റീസൺ തൊട്ടാണ്, അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് റെഡിയാക്കുക അതൊക്കെയാണ് നമ്മളൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ MC അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമ്മേ ഒരു ക്രാക്ക് വീണിട്ടുണ്ട്. അങ്ങനെ എളുപ്പം കാണുന്നില്ല, ചെറിയൊരു ക്രാക്കാണ്. ഇവിടെയായിട്ടാണ് ഒരു ഹെയർ ലൈൻ ക്രാക്കാണ്. പക്ഷേ നമ്മൾ ചവിട്ടുമ്പോൾ വരുന്ന പ്രഷർ കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഫ്ലൂയിഡ് സ്പ്രേ ആയി പോകണമായിരുന്നു പ്രശ്നം. അപ്പോൾ ഈ സ്കോഡയ്ക്കൊക്കെ ഇങ്ങനെ ക്ലച്ച് സിലിണ്ടറിന് കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് ഈ ക്ലച്ച് MC മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ക്ലച്ച് MC. അപ്പോൾ നമ്മൾ ഇത് അയക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, കുറച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് അയച്ചെടുക്കാൻ കാണിക്കാൻ എളുപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ അത് തിരിച്ചു പിടിപ്പിക്കണം എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് തിരിച്ച് പിടിപ്പിക്കണമെങ്കിൽ ഈ പെടലോട്, ഇത് ക്ലച്ച് പെടലാണ്, ക്ലച്ച് പെടലോട് കൂടി വേണം നമ്മൾ തിരിച്ച് പിടിപ്പിക്കാനായിട്ട്. അയച്ചെടുക്കുമ്പോഴും ക്ലച്ച് പെടൽ അടക്കാണ് ഇത് പോരുക, അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ലോക്കുണ്ട്, ഇത് MC കൂടെ വരുന്ന, ഇതിൻ്റെ പുഷ് റോഡിൻ്റെ കൂടെ വരുന്ന ഒരു ലോക്കാണ്. ഇതിങ്ങനെ ക്ലച്ച് പെടലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുകയാണ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ പ്രസ്സിങ് ആണ്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് തള്ളിയ ഇത് ലോക്കായി. അത് ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വേണം നമ്മൾ ഫയർ വാൾമേക്ക് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ വാൾമേക്ക് പിടിപ്പിക്കണ ഒരു ബ്രാക്കറ്റ്. ഇവിടെ 2 സ്റ്റഡ് കാണാം. ഈ 2 സ്റ്റഡുമ്മേക്കാണ് നമ്മുടെ ക്ലച്ച് മാസ് സിലിണ്ടർ പിടിപ്പിക്കേണ്ടത്. ഈ 2 ഹോളും ആ സ്റ്റഡിലേക്ക് വെച്ച് ഫിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പെടലോട് കൂടി വേണം ഉള്ളിലേക്ക് കടത്തി വയ്ക്കാൻ. അപ്പോൾ ഗൈസ്, ഇതിങ്ങനൊരു വെള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഉണ്ട്. ഇതെന്ന് തൊട്ടാൽ സംഭവിച്ചാൽ നമ്മുടെ ഈ ക്ലച്ചിൻ്റെ റിട്ടേൺ സ്പ്രിങ് ഇതുമ്മയായിരിക്കുക. ഇതാണ് നമ്മുടെ ക്ലച്ചിൻ്റെ റിട്ടേൺ സ്പ്രിങ് വരുന്നത്. ഇത് അതുമ്മയും പിന്നെ നമ്മുടെ ക്ലച്ച് പെടലുമ്മയ്ക്കാണ് ഇതിൻ്റെ കണക്ഷൻ വരിക. അപ്പോൾ അതിൻ്റെ ഇടയിലിരിക്കണതാണ് ഈ സ്പ്രിങ്. ഇത് എങ്ങനെയാണ് വരിക വെച്ചാൽ, ഇവിടെയായിട്ട് ഒരു കട്ടിങ് കാണാം. അതിലേക്ക് ഈ ഭാഗം ഇങ്ങനെ ഫേസ് ചെയ്യണ പോലെ ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വയ്ക്കുക വേണ്ട. അപ്പോൾ ഞാനൊന്ന് കടത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിലേക്ക് കൈയിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് ഇതങ്ങനെ ഊരാനും ഇതേപോലെ അങ്ങനെ കടത്തി വയ്ക്കാനും ഇത്ര ഉള്ളൂ എൻ്റെ സെറ്റപ്പ്. അതിലേക്ക് ഈ സ്പ്രിങ് ഇങ്ങനെ വരികയാണ് ചെയ്യാൻ. വേറെ ലോക്കിംഗ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഈ പെടൽ പിടിപ്പിക്കണം, അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തത് കയറ്റി വയ്ക്കണം. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരും. വേറെ പിടുത്തം കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ. അപ്പോൾ ഗൈസ്, നമ്മളത് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മാസ് സിലിണ്ടറും പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ കൂടെ ഈ വരുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ പീസും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കണത് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മാസ് സിലിണ്ടർ മാറ്റിയിട്ട് കാണിച്ചത്. ശരിക്കും മാസ് സിലിണ്ടർ ആദ്യം വെച്ചതിന് ശേഷമാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് പീസ് ഇരിക്കുക. ഇതിന് ഏതൊരു ലോക്കിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് മറ്റേ മാസ് സിലിണ്ടർ ഇളകി തുടങ്ങും. അപ്പോൾ അത് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാസ് സിലിണ്ടർ ഏകദേശം അവിടെ ഒരു പിടുത്തം കിട്ടിയതിന്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ 213-ൻ്റെ 2 നട്ടുകളാണ് വരിക. അതേപോലെ തന്നെ പിന്നെ ഈ അടിയിലൊരു ഫ്ലവറിൻ്റെ ഒരു സ്ക്രൂ കൊണ്ട് വേറൊരു പീസ് വെച്ചിട്ട് ഒരു ലോക്കിങ് കൂടി ഉണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഈ 2 നട്ട് ജസ്റ്റ് ഇട്ടിട്ട് ആ സ്പ്രിങ്ങും കൂടിയും കൊള്ളിച്ചിടാം. അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ് ഇട്ടുണ്ട്. സ്പ്രിങ് ഇടുമ്പോൾ ഇതിൻ്റെ ഈ 2 തലയ്ക്കും ലേശം ഗ്രീസ് വെച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ ആക്ഷന് കുറച്ചുകൂടി ഒരു ഫ്രീ ഉണ്ടാവും. അപ്പോൾ സ്പ്രിങ് കയറ്റണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒരു കൈ കൊണ്ട് ഈ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പ്രിങ് ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ട, വേറെ ഒന്നുമില്ല സ്പ്രിങ്ങിന്, അവിടെ ഇരുന്നോളും.
അപ്പോൾ ഈ സ്പ്രിങ് പിടിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ക്ലച്ച് പെഡലിൻ്റെ ബോൾട്ട് ഇടാൻ പറ്റുള്ളൂ. ബോൾട്ട് നമ്മൾ മുന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് വീഴാണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ കൂടെ കടത്താൻ വേണ്ടിയിട്ട്. ആ ബോൾട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ബോൾട്ടും കൂടി ഇടാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ക്ലച്ചിൻ്റെ ബോൾട്ട് ഇട്ടുണ്ട്. ഇത് ഇടണമെങ്കിൽ പെടൽ കുറച്ചും കൂടി ഫ്രണ്ടിലേക്കാണ് വന്നിക്കുക. നമ്മളിപ്പോൾ ഈ ക്ലച്ച് പെടൽ ഇങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ട് തള്ളി പിടിച്ചിട്ട് വേണം ഈ ബോൾട്ട് ഇടണേ. അപ്പോൾ ബോൾട്ട് ഇട്ടുണ്ട്. ബോൾട്ടിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ നട്ട് വരും. ആ നട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു ബോൾട്ടും പിന്നെ ഈ രണ്ട് നട്ടുകളും നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് പിരിവിട് വെച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഒരു മൂവിങ് പാർട്ടാണ്. ആ ഒരു മീഡിയം ടൈറ്റ് നമുക്ക് നിർത്താം, അല്ലെങ്കിൽ ക്ലച്ച് പെടൽ ഭയങ്കര ഹാർഡ് വരും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റഡിൻ്റെ മെയിൻ 13 ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്കൊരു 10 ഇഞ്ച് എക്സ്റ്റൻഷൻ റാഡും 13 ബോക്സും അല്ലെങ്കിൽ ഒരു റാച്ചറ്റ് ടീറാൾ അങ്ങനെ മതി. ആ ഒരു ടൈറ്റ് മതി, കാരണം അത് പ്ലാസ്റ്റിക്കാണ് സാധനം. അപ്പോൾ വല്ലാണ്ട് ടൈറ്റ് ചെയ്താൽ പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു ടൈറ്റ് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പീസും കൂടി ഉണ്ട്. ഇതാണ് ലാസ്റ്റത്തെ പീസ്. ഇത് നമ്മൾ എവിടെയാണ് വരിക വെച്ചാൽ ഈ അടിയിൽ ഇവിടെ ഒരു ത്രെഡും കൂടിയും കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ് വരിക. ഇത് നമ്മുടെ മുകളിലത്തെ ആ വെളുത്ത ലോക്ക് പോലെ തന്നെ അടിയിലും വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ബോൾട്ടുകളൊന്നും ഓവർ ടൈറ്റ് ചെയ്യാത്ത, ചെറിയൊരു ടൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പീസും കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ലോക്കായി. ഇതിന് ഈ ഒരു ഫ്ലവറിൻ്റെ സ്ക്രൂ ആണ് വരിക. ഇതവിടെ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് T13 കാണണ്ടോന്നറിയില്ല. T13 ഇതിൻ്റെ സൈസ്. അപ്പോൾ നമ്മളിതിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ വർക്ക് ഫുള്ള് ഫിനിഷായി. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവ് ടാങ്കിൽ നിന്ന് ഇതിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് നമ്മുടെ ക്ലച്ച് സ്ലേവ് സിലിണ്ടറിലേക്ക് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ കൊടുക്കാമെന്ന് കൂടിയും കാണിച്ചു തരാം. അതിനുശേഷം ഇത് വണ്ടി എയർ എടുത്ത്
സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കൂടിയും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മാസ് സിലിണ്ടർ അവിടെ ഫുള്ള് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ലൈൻ വരുന്നത്. ഇത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവ് ടാങ്കിൽ നിന്ന് ഈ ക്ലച്ച് സിലിണ്ടറിലേക്കാണ് കൊടുക്കുക. അപ്പോൾ ഈ ക്ലച്ച് സിലിണ്ടർ വല്ലാണ്ട് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ റിസർവ് ടാങ്കിൽ നിന്നും ഫ്ലൂയിഡ് അതിനനുസരിച്ച് കുറയും. അപ്പോൾ ഈ വണ്ടിയുടെ ഡിസൈൻ വെച്ചിട്ട് ഒരിക്കലും ക്ലച്ച് ലീക്ക് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് കുറയണം, അല്ലെങ്കിൽ ബ്രേക്ക് പോകണ അവസ്ഥ വരില്ല. കാരണം റിസർവ് ടാങ്ക് ഏകദേശം അത്യാവശ്യം സൈസ് ഉണ്ട്. പക്ഷേ നമ്മുടെ റിസർവ് ടാങ്കിൽ നിന്ന് ക്ലച്ചിലോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം മുകളിലാണ്. ചില വണ്ടികൾക്കാണെങ്കിൽ ഇതും ഭയങ്കരമായിട്ട് അടിയിൽ വയ്ക്കും. അപ്പോൾ എന്നിട്ടുണ്ടാവുക വെച്ചാൽ ഈ ക്ലച്ചിൻ്റെ സ്ലേവ് സിലിണ്ടറോ മാസ് സിലിണ്ടറോ ലീക്ക് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇതിൽ ഫ്ലൂയിഡ് കുറഞ്ഞിട്ട് വണ്ടി ബ്രേക്ക് ഇല്ലാത്തൊരവസ്ഥ കൂടി വരും. അപ്പോൾ ഈ വണ്ടിക്ക് എന്തായാലും അങ്ങനെ പ്രശ്നമില്ല. പിന്നെ ഈ ലൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു റബ്ബറിൻ്റെ പീസുണ്ട്. ഇത് ഇവിടെ ഈ റിസർവ് ടാങ്കുമ്പിലും ഒരെണ്ണം വരും. അതുപോലെ തന്നെ നമ്മുടെ സ്ലേവ് സിലിണ്ടർ ഉണ്ട്, അല്ല മാസ് സിലിണ്ടർ ഉണ്ട്, മാസ് സിലിണ്ടറുമ്പിലും വരും. അത് നമ്മൾ ഊരിയെടുക്കണം. അത് ഇതുമ്മ തന്നെ ഇട്ടിട്ട് നമ്മൾ ഈ ഓസ് കിടത്താൻ നോക്കിയാൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മാസ് സിലിണ്ടറിലത്തെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയണത് ഇത് കൈകൊണ്ട് ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പൈപ്പിലോട്ട് ഇത് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ പൈപ്പ് കൊടുക്കണമായിരിക്കും ഏറ്റവും സിമ്പിൾ. അപ്പോൾ ഇത് പൊട്ടിപ്പോണ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് കൊടുക്കാം. ഈ ഉള്ളിലത്തെ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കാണാം, ഈ പുറമത്തെ നമുക്ക് തീരെ കാണാൻ ഗ്യാപ്പില്ല. അപ്പോൾ ഏകദേശം ഒരു ഫീൽ വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ നമ്മളിതാ അത് മാസ് സിലിണ്ടറിലേക്ക് കിടത്തി ഇതുപോലെ അല്ല റിസർവ് ടാങ്കിലേക്ക് കിടത്തി കഴിഞ്ഞത് നമ്മൾ മാസ് സിലിണ്ടറിലേക്ക് കിടത്തണം. ഞാൻ പരമാവധി ഇവിടുത്തെ ലൈനുകളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റും തോന്നുന്നു. ഇതാണ് നമ്മുടെ ക്ലച്ച് എം സിയിലേക്ക് കൊടുക്കേണ്ട ആ ഭാഗം. ഇത് ക്ലച്ച് എം സി ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈൻ. ഇതുമ്മയ്ക്ക് നമ്മൾ ആ റബ്ബർ മാറ്റിയിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നു പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലേക്ക് നമ്മുടെ സ്ലേവ് സിലിണ്ടറിലേക്ക് പോണ ലൈനാണ്. ഇതാണ് നമ്മുടെ സ്ലേവ് സിലിണ്ടറിലേക്ക് പോണ ലൈൻ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല, കൈ കൊണ്ടുള്ള ഒരു ഫീലിലാണ് ഇതൊക്കെ നോക്കി ചെയ്യണത്. അപ്പോൾ എൻ്റെ കൈ ഇപ്പോൾ ഇരിക്കണം എന്തായാലും സ്ലേവ് സിലിണ്ടറിലോട്ട് പോണ ലൈനുമാണ്. ഇത് നമ്മുടെ ക്ലച്ച് മാസ് സിലിണ്ടറിൻ്റെ അടിയിലേക്കാണ് പോവുക. അത് അപ്പോൾ നമ്മുടെ ക്ലച്ച് മാസ് സിലിണ്ടർ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ നമ്മുടെ റിസർവ് ടാങ്കിൽ നിന്നുള്ള ലൈൻ ഇതിലോട്ടും പിന്നെ ഈ സ്ലേവ് സിലിണ്ടറിലേക്ക് പോണത് അടിയിലാവും വന്നിട്ടുണ്ടാവുക. അത് നമ്മൾ ഈ ഭാഗത്തോട്ടാണ് കൊടുക്കുക. അവിടെ ഒരു ലോക്ക് വരും. അപ്പോൾ അത് ജസ്റ്റ് വെച്ച് പ്രസ് ചെയ്യുക വേണ്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലേവ് സിലിണ്ടറിലേക്ക് പോണ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ കണക്ട് ചെയ്യുക വെച്ചാൽ ഇത് പഴയ സ്ലേവ് സിലിണ്ടർ അല്ല, പഴയ മാസ് സിലിണ്ടറാണ്. അപ്പോൾ ഈ ആ പൈപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് ഊരിടുക്കാനായിട്ട് തന്നെ നമ്മൾ ഈ ലോക്ക് പൈപ്പ് ഉണ്ടെങ്കിൽ ഈ ടൈറ്റിലാണ് ഇരിക്കുക, പിന്നെ അങ്ങനെ പോരില്ല. പക്ഷെ നമ്മളിത് ഈ ഒരു കണക്ടർ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറാ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിക്കിയിട്ട് ആ പൈപ്പ് വലിക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ആ പൈപ്പ് കടത്തി വെച്ചിട്ട് അത് ഇത്തിരി ബലത്തിൽ പ്രസ് ചെയ്ത് കടത്തി വെച്ചതിന് ശേഷം ഈ ലോക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മൊബൈൽ കൊണ്ട് തീരെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഊരിടുക, അതുപോലെ തന്നെയാണ് തിരിച്ചു പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവ് ടാങ്കിലേക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് വെച്ചിട്ട് എയർ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ലൈനിലുള്ള എയർ എടുത്തതിന് ശേഷം നമുക്ക് ക്ലച്ച് ശരിക്കും പടല് കിട്ടണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രേക്ക് ഓയിൽ. അത് നമ്മൾ റിസർവ് ടാങ്കിൽ ബ്രേക്ക് ഓയിൽ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയുണ്ടാവും. എന്നാലും ഈ സ്കോഡ ബോക്സ് വാൻ അങ്ങനത്തെ വണ്ടിയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇൻ്റർകൂളറിൽ നിന്ന് വരുന്ന പൈപ്പാണ്. ഇതിങ്ങനെയാണ് ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിവിടെ ആയിട്ടാണ് നമ്മുടെ റിസർവ് ടാങ്ക് വരിക. നമ്മുടെ ബ്രേക്ക് മാസ് സിലിണ്ടറിൻ്റെ ഇതിലേക്കാണ് നമ്മൾ ഫ്ലൂയിഡ് ഒഴിക്കേണ്ടതും. അപ്പോൾ ഈ പൈപ്പ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ലെവൽ നോക്കാനും അതേപോലെ തന്നെ ഫ്ലൂയിഡ് ടോപ്പപ്പ് ചെയ്യണമെങ്കിൽ അതിനൊന്നും പറ്റില്ല, ക്യാനങ്ങോട്ട് കിടക്കില്ല. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ സിമ്പിളായിട്ട് ഇതേപോലെ ഒരു കണക്ടർ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഈ ലോക്കൊന്ന് ഇത്തിരി ഇങ്ങനെ പൊന്തിക്കുകയാണെങ്കിൽ
ഈ പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോരും. ഈ പൈപ്പ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ഒഴിച്ച് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേണം നമുക്ക് എയർ എടുക്കാനായിട്ട്. ചെറിയ ഓസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പാത്രത്തേക്ക് വെച്ചേക്കാണ്. അപ്പോൾ ഇത് മുന്നേ വണ്ടിയിൽ നിന്ന് നമ്മൾ വലിച്ചെടുത്ത ബ്രേക്ക് ഫ്ലൂയിഡും ഇപ്പോൾ നമ്മൾ ബ്ലീഡ് ചെയ്യുമ്പോൾ വരുന്നതുമാണ്. അത്യാവശ്യം നല്ല ചെളി പോലെ ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അധികം ബ്രേക്ക് ഫ്ലൂയിഡ് ചീറ്റില്ല, അതേപോലെ തന്നെ ഇതിൽ എയർ വരുന്നത് കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പൊട്ടിക്കാൻ പോവാണ്. 11ൻ്റെ സ്പാനർ വെച്ചിട്ട് പൊട്ടിക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ പൈപ്പിൽ എയർ വരുന്നത് കാണാം. ഇപ്പോൾ ഈ വന്നാണ് എയർ. ഇത് ലൈനിലുണ്ടായിരുന്ന എയറാണ്. നമ്മൾ മാസ് സിലിണ്ടർ മാറുമ്പോൾ ഈ ലൈനിൽ എയർ കയറും. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഇങ്ങനെ എയർ എടുക്കണം, എന്നാലേ നമുക്ക് പ്രോപ്പർ ക്ലച്ച് കിട്ടുള്ളൂ. നമ്മളത് ഒരു പ്രാവശ്യം കൂടി പൊട്ടിക്കാൻ പോവാണ്. ഈ പത പോലെ വരണതാണ് ഈ എയർ ബബിൾസ്. വന്നതിന് ശേഷം നമ്മൾ രണ്ടാമത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അമ്മിതോ അപ്പോൾ നമ്മൾ എയർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എയർ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെടൽ അത്യാവശ്യം ആയിട്ടുണ്ട്. മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെടൽ ചവിട്ടി കഴിയുമ്പോൾ പെടൽ അവിടെ തന്നെ ഇരിക്കും, പെടൽ റിട്ടേൺ വരില്ല. ഇപ്പോൾ പെടൽ റിട്ടേൺ വരുന്നുണ്ട്, ക്ലച്ച് പെടലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ട് ചെയ്ത് ഗിയറൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. ഫസ്റ്റും നമ്മുടെ ഗിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ പരിപാടി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.